നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 1991 ഇറങ്ങി അക്കാലത്ത് ഏറ്റവും അധികം വിജയം കൈവരിച്ച ഒരു ചിത്രമാണ് അമരം. മമ്മൂക്ക നായകനായിട്ട് അഭിനയിച്ച ഈ ചിത്രം ഭരതൻ എന്ന് പറയുന്ന നമ്മുടെ വളരെ മലയാളത്തിന്റെ മണിമുത്തായ അദ്ദേഹം സംവിധാനം ചെയ്യുകയും ലോഹിതദാസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ തിരക്കഥയിലുമാണ് രൂപം കൊണ്ടത്. കടലിനെയും കടലിന്റെ പശ്ചാത്തലത്തിലും വന്നൊരു ചിത്രമാണ് അമരം. ഭാര്യ മരിച്ചുപോയി, ഒരു മകളെ വളരെ വാത്സല്യത്തോട് വളർത്തുകയും ചികിത്സ കിട്ടാതെ മരിച്ച ഭാര്യ മരിച്ചുപോയ ആ വേദനയിൽ മകളെ പഠിപ്പിച്ച് ഡോക്ടറാക്കണം എന്നുള്ള ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു സാധാരണ മത്സ്യബന്ധന തൊഴിലാളി. അതായിരുന്നു അതിൽ മമ്മൂക്ക അഭിനയിച്ചത്. മമ്മൂക്കയ്ക്കൊപ്പം അനശ്വര നടന്മാരും മുരളി, KPS ലളിത, അശോകൻ ഇവരൊക്കെ ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു. എല്ലാവരും പ്രധാനമായ കഥാപാത്രങ്ങൾ അഭിനയിച്ചിരുന്നു. തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പഠിപ്പിച്ച് മകള് 10ാം ക്ലാസ്സിൽ വലിയ മാർക്കോട് കൂടി പാസ്സാവുകയും പക്ഷെ അതിനുശേഷം തൻ്റെ സുഹൃത്തിൻ്റെ മകനുമായിട്ട് സ്നേഹബന്ധത്തിലാവുകയും അവരുമായി ഇറങ്ങിപ്പോവുകയും ചെയ്യുമ്പോൾ ആ ഒരു മനസ്സിൻ്റെ വേദന, പിന്നെ ഈ സുഹൃത്തുക്കൾക്കിടയിൽ ഉണ്ടാകുന്ന ശത്രുത, ജീവിതത്തിനോടുള്ള വെറുപ്പ്, ഇതെല്ലാം ഉണ്ടായി ഒടുവിൽ കടലിൽ തന്നെ പോയി ജീവിതം അവസാനിക്കുന്നത്. അതായത് ഒരു മകൾക്ക് വേണ്ടി ജീവിച്ച മകളിൽ നിന്നുണ്ടാകുന്ന മാനസിക വേദന കൊണ്ട് കടലിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന ഒരു വേദനാകരമായ ഒരു ചിത്രീകരണം, ജീവിതത്തിന്റെ ചിത്രീകരണം നമ്മുടെ മലയാളത്തിലേക്ക് എത്തിച്ച ചിത്രമാണ് അമരം. ഇത്തവണത്തെ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ അമരം എന്ന ചിത്രം പ്രദർശിപ്പിക്കുന്നുണ്ട്. വളരെ അധികം ഇൻഫോർമേറ്റീവായ ഒരു ചിത്രം കൂടിയാണ്. കാരണം 1991 കാലഘട്ടത്തിൽ 2 ലെജൻഡറി ആയ ആൾക്കാർ തയ്യാറാക്കിയ ചിത്രം ഇന്നും മുൻനിരയിൽ തിളങ്ങി നിൽക്കുന്ന നമ്മുടെ മമ്മൂക്ക അഭിനയിച്ച ചിത്രം, പിന്നെ മൺമറഞ്ഞു പോയ കുറേ കലാകാരന്മാർ, അവരുടെ കഴിവുകൾ, ഇതെല്ലാം കാണാനുള്ള അവസരം കൂടിയാണുള്ളത്. അമരം വളരെ ഗംഭീരമായൊരു ചിത്രമാണ്. അപ്പോൾ ഇത്തവണത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ ഒട്ടും മിസ് ചെയ്തുകൂടാത്തൊരു ചിത്രവും കൂടിയാണ് അമരം.